രാവിലെ ചായ വെച്ചായിരുന്നു. ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടിഫിന് കൊണ്ടുപോകുന്നത് ഇന്നലെ ഉണ്ടാക്കിയ നമ്മളൊരു ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കിയായിരുന്നല്ലേ, അതുണ്ടാക്കുന്നുണ്ടെങ്കിൽ പിള്ളേർക്കത് ടിഫിന് കൊണ്ടുപോകാൻ അവർക്കത് മതിയെന്ന് പറയാം. അപ്പം അതാണ് ഇന്ന് ടിഫിന് കൊടുത്തു വിടുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കിയുള്ളവർക്ക് ബ്രെഡിൻ്റെ അകത്ത് ശ്രീകണ്ഠ് തേച്ചിട്ട് പിന്നെ ഏത്തക്ക ഇന്നലെ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ തുണി കഴുകാനായിട്ട് അങ്ങ് രാവിലെ ഇട്ടു. അപ്പോൾ ചായ റെഡിയായി. ചായയും കൂടെ എടുക്കട്ടെ. എനിക്ക് ഈ ബ്രെഡിൻ്റെ ഈ ആദ്യവും അവസാനമുള്ള ബ്രെഡ് പീസ് ഉണ്ടല്ലേ, അതിവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പം എൻ്റെ ഏത്തക്ക ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ടോസ്റ്റർ ഉണ്ടല്ലേ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ഏത്തക്ക പുഴുങ്ങിയ ഒരു ടേസ്റ്റ് പോലെ കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം മീനച്ചാറിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മീഡിയം സൈസിലെ കേര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഇപ്പം വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പാട്ടാക്കി വെച്ച്, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇന്ന് അങ്ങനെയൊന്നും ജോലികളൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ പുറകെ തന്നെ കുറേ സമയം എടുത്ത്, എന്നിട്ട് അതിൽ നിന്നുള്ള അച്ചാറിന് നല്ല പീസുകൾ എടുത്തിട്ട് ബാക്കിയുള്ളതൊന്ന് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടേ. അപ്പോൾ എത്ര ഈ ചട്ടി കൊള്ളാമോ അത്രയും ഇന്ന് ഞാൻ ഉണ്ടാക്കി. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, നാളെയും 2-3 ദിവസം ഇരുന്നോളുമല്ലേ. അതിനുശേഷം മീൻ വെട്ടാനെടുത്ത പിച്ചാത്തികളും എല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. കുറേ സമയത്ത് 2-3 മണിക്കൂറത്തെ പണിയായിരുന്നു. അപ്പോൾ മീനെല്ലാം തിളച്ച് വറ്റി വന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. പയറെടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെയും കൊണ്ടുപോയി അരിഞ്ഞെടുക്കണം തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ പയറെല്ലാം അകത്ത് കൊണ്ടുപോയി എല്ലാം കുറേ സമയമായി അരിഞ്ഞെടുത്തു. അതിനുശേഷം പിന്നെ തേങ്ങയൊക്കെ സവാളയൊക്കെ വഴറ്റി തേങ്ങയിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇന്നങ്ങ് മീൻ അച്ചാറിടാമെന്നാണ് ചിന്തിച്ചത്. പിന്നെ ചിന്തിച്ചെല്ലാം വെട്ടിയെടുത്ത് വെച്ചിട്ട് നാളെ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നങ്ങ് എല്ലാം കറികളൊക്കെ അങ്ങ് റെഡിയാക്കുന്നത്. മീൻ കറി ആണെങ്കിലും നാളത്തേക്കൂടെ ഉള്ള രീതിയിലാണെന്ന് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പയറാണെങ്കിലും ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു. മോരുകറി ഇതെല്ലാം 3 നാളത്തേക്കൂടെ കാണും. അപ്പോൾ ഇച്ചിരി കപ്പ ഇരിപ്പുണ്ടായിരുന്നു. കപ്പയും കൂടെ ഇന്നങ്ങ് വേവിച്ചേക്കാമെന്ന് വെച്ചു. അപ്പം കപ്പ ഞാൻ സാധാരണ കൊണ്ടുവന്നാൽ ഒരു കിഴങ്ങെടുത്ത് ആദ്യം ഒന്ന് പുഴുങ്ങി നോക്കും വേവുന്നതാണോ ഇല്ലയോ എന്നറിയാൻ. ഇന്നലെ അത് പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാനത് കുക്കറിൽ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ കുക്കറിലാണെങ്കിൽ ഞാൻ 2 ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ അരപ്പിട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്ത്. അപ്പം നോക്കിയോണ്ടെങ്കിൽ നല്ലതായിട്ട് കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കപ്പ ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞിരുന്നാലേ എൻ്റെ മൂത്ത മോന് ഇഷ്ടമുള്ളൂ. അപ്പം നമുക്കൊക്കെ ഇച്ചിരി പീസ് ഉണ്ടെങ്കിലും നമുക്കത് കുഴപ്പമില്ല. കപ്പയാണെന്നല്ലോ എന്ന് പറഞ്ഞ് കൊതി കൊണ്ടൊക്കെ തിന്നും. അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കപ്പ വേവിച്ചാൽ പിന്നെ ഇച്ചിരി ഉടനെ നമുക്ക് കഴിക്കണമല്ലേ. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി കപ്പയും കൂടെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.